തേനി ജില്ലയിലെ കമ്പത്തിനടുത്തുള്ള സുരളി വെള്ളച്ചാട്ടത്തിനടുത്തായി കോടിലിംഗം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. നമ്മളുടെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് കോടിലിംഗം ക്ഷേത്രത്തിലാണ്. സുരുളിമലൈ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളം ശിവലിംഗങ്ങളുണ്ട്. അത് വളരെ മനോഹരമായി കാണപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയും ഈ ശിവലിംഗങ്ങളാണ്. ഇതുവരെ ആയിരക്കണക്കിന് ശിവലിംഗ വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ഈ കാഴ്ച വിസ്മയിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ അവതാരമായ കൈലാസലിംഗമാണ്. ക്ഷേത്രം അധിപനായ ദേവനെ കൈലാസലിംഗം എന്നും അമ്മയെ പർവ്വതവർദ്ധിനി എന്നും വിളിക്കുന്നു. ഇത് ഒരു വനമാണെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രസിദ്ധമായ സുരളി വെള്ളച്ചാട്ടത്തിനും സുരുളി വേലപ്പർ ക്ഷേത്രത്തിനും സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി ഇങ്ങനെ അതെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. ആ പ്രതിമയൊക്കെ കണ്ടിട്ട് മുമ്പേ പറഞ്ഞില്ലേ ഇത് അഗസ്ത്യമുനി ആയിരിക്കുമെന്ന്. അഗസ്ത്യമുനി അപ്പം വലിയ മുനി ഏതാ? കുറേ മുനിമാരുണ്ടല്ലോ ഇവിടെ. മഹാൻ ഗുഡംബെ സിദ്ധ. ഇവരുടെ ഒന്നും പേര് മെൻഷൻ ചെയ്തിട്ടില്ലേ? പേര് കൊടുത്തിട്ടില്ലെന്ന് ഇവിടെ അങ്ങ്. മുപ്പത്തിമുക്കോടി ദേവന്മാരും ഋഷിമാരും ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ശിവാരാധനയ്ക്ക് ഊന്നൽ നൽകി നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ 18 സിദ്ധ ഋഷിമാരുടെ വിഗ്രഹങ്ങളുണ്ട്. അവയിൽ ഓരോന്നിനും ഏകദേശം 6 അടി ഉയരമുണ്ട്.
എൻ്റെ കാലിൻ്റെ വെള്ളക്കൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ കൊണ്ട് കയറുന്നുണ്ട്. എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ഇതിനകത്ത് ഈ ചട്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഈ തറയിൽ മണ്ണിനകത്ത്. ശരിയാ, ചട്ടികളൊക്കെ വേണ്ടല്ലേ? ഇവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യത്തില്ല തോന്നില്ലയോ? നമ്മളൊക്കെയാ രണ്ടെണ്ണം എടുത്ത് മഹാശിവരാത്രി ഇവിടെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. സമൃദ്ധമായ പച്ചപ്പുകളാലും ശാന്തമായ സുരളി നദിയാലും ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ധ്യാനത്തിനും ആത്മീയ ആത്മപരിശോധനയ്ക്കും അനുയോജ്യമായ ക്രമീകരണം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിൽ കമ്പം ടൗണിനടുത്തുള്ള സുരളിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് കോടിലിംഗം ക്ഷേത്രം. ഗണപതിയെ 3 തലയുള്ള ഗണപതിയോ? അങ്ങപ്പുറത്തുണ്ടോ തല? 4 തലയുള്ള ഗണപതിയോ? ഗണപതിയാണോ അത്? മറ്റേതല്ലേ ബ്രഹ്മാവ്? ബ്രഹ്മാവിന് എന്തോ തുമ്പിക്കൈ ഇല്ല, ഗണപതിക്ക് തുമ്പിക്കൈ ഉള്ള സ്റ്റെപ്പ് ഉണ്ടല്ലേ, മുകളിൽ കയറിയില്ലേ? നമുക്കിപ്പോ കമ്പം നഗരത്തിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ധാരാളം ബസ്സുകളും ഷെയർ ഓട്ടോകളും ലഭ്യമാണ്. സുരളി വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ മറ്റൊരു നാഴികക്കല്ലാണ് ഈ ക്ഷേത്രമെന്ന് വെള്ളച്ചാട്ടത്തിലെത്തുന്ന സഞ്ചാരികൾ പറയുന്നു. $1500 പേർക്ക് ഒരേ സമയം ധ്യാനിക്കാനുള്ള തരത്തിൽ 72 അടി ഉയരമുള്ള ധ്യാനലിംഗത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണിവിടെ. ഇനി നമ്മളിങ്ങോട്ട് വരുമോ? എന്താണ്ടേ, ഇത് നടരാജ വിഗ്രഹമല്ലയോ? അല്ലേ? അതെ. ഈ വിഗ്രഹത്തിൻ്റെ ചുറ്റും ഇട്ടേക്കുന്ന ഈ മാലയുണ്ടല്ലോ, രുദ്രാക്ഷം, ഫുള്ള് രുദ്രാക്ഷം. ഇത്രയും രുദ്രാക്ഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ എങ്ങോട്ടും കണ്ടിട്ടില്ല. കണ്ട ഒരു നടരാജ വിഗ്രഹം ആണല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വഞ്ചി കണ്ടോ, ഒരു വെറൈറ്റി വഞ്ചി, പൈസ ഇടാനുള്ള. ശിവലിംഗത്തിലാണ് കൊടുത്തേക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു 1008 ശിവലിംഗം. 1008 ഉണ്ടോ? എത്ര? ഇതിന്റെ ഐതിഹ്യം തോന്നുന്നുണ്ട് ഇവിടെ എഴുതി വെച്ചിരുന്നു.
കണ്ടിത് ഏത്? എൻ്റെ ഈ അമ്മയ്ക്ക് ആദ്യമേ ഇവിടെ ശിവൻ്റെ ഒരിത് കിട്ടുമല്ലോ നമുക്ക് ഫസ്റ്റ് സ്വപ്നത്തിലും അങ്ങനെയൊക്കെ കാണത്തില്ലേ ചിലവര്, അങ്ങനെ ഒരു ഐഡിയമുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ? ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു ഫോട്ടോ. അതുകൊണ്ട് എൻ്റെ അപ്പൂപ്പൻ ആ സ്വാമി ചരട് ജപിച്ച് കിട്ടുന്നുണ്ടോ. സാധാ ശിവനമ്പലത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഇല്ല കേട്ടാ. ഇഷ്ടം പോലെ ശിവലിംഗങ്ങൾ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ശിവലിംഗങ്ങൾ കാണുന്നത്. ആ 1000 ഒരു 10,000 കാണുമായിരിക്കും ഇല്ലയോ? 5000 10,000 ഒക്കെ അടുപ്പിച്ച് കാണുമായിരിക്കും ഇല്ലയോ? നേരെ ഓപ്പോസിറ്റ് ഈ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുന്തിരിപ്പാടങ്ങളാണ്. അതൊരു വെറൈറ്റി തന്നെ അല്ലേ? എന്ത് രസം. പാടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല, ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഇത്. ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല.